വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. അപ്പം ഇന്നൊരു സൺഡേ ആണ്. സൺഡേ സ്പെഷ്യൽ എന്തെങ്കിലും ആക്കണ്ടേ? ഡയറ്റൊന്നും ആയിട്ടില്ല ഞാൻ, കാരണം എൻ്റെ ഫുഡ് കൺട്രോളൊക്കെ മീൻസ് ഒരുപാട് കഴിക്കുന്നതിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് കഴിക്കുന്നില്ല, പക്ഷെ എന്നാലും അത് വെട്ടി ചുരുക്കി കുറച്ചിട്ടുണ്ട്. പിന്നെ പുറത്തത്തെ ഫുഡ് എന്ന് വെച്ചാൽ ഇന്നൊരു മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഞാനത് ഉദ്ദേശിച്ചത്. കുറേ ഓയിലി ആയിട്ട് നമ്മളെ മന്തി, ബിരിയാണി, അങ്ങനെ മയണൈസ്, അങ്ങനെയൊക്കെ സാധനങ്ങൾ. പിന്നെ നോ ഷുഗർ ഒന്നും ഇപ്പം എടുക്കാറില്ല. ഏറ്റവും ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ ഷുഗർ, പ്രത്യേകിച്ച് പഞ്ചസാര എന്ന് പറയുന്ന സാധനം, അത് ഒഴിവാക്കിക്കോ. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൻ്റെ അതാണ് ചെയ്തത്. ബാക്കിയൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ ഒഴിവാക്കുക. അപ്പം ഒഴിവാക്കുക എന്നല്ല, നമുക്ക് ക്രേവിങ്സ് ഉണ്ടാകുമ്പോൾ കുറച്ചെങ്കിലും കഴിക്കണമല്ലോ. അങ്ങനെ നമുക്ക് കഴിക്കാം കേട്ടോ. അത് എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ യമ്മി 6 മിനിറ്റ് ബിരിയാണി കേട്ടോ. അതും എഗ് ബിരിയാണിയാണ്. ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എഗ് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ പോവാം. അപ്പം ഫസ്റ്റ് നമുക്ക് മുട്ട വേവിക്കാൻ വെക്കാം കേട്ടോ. ആകെ 3 മുട്ടയേ ഉള്ളൂ, വാങ്ങണം. അപ്പം ഇപ്പം 2 മുട്ട ധാരാളമാണ്. 2 മുട്ട നമുക്ക് വേവിക്കാൻ വെക്കാം. പിന്നെ ഇപ്പം ഇവിടെ ഉള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതാ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 1 വലുതും 1 ഇത്തിരി ചെറിയതും, പിന്നെ 2 പച്ചമുളക്, 1 നാരങ്ങാ നീര്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പിന്നെ മുറിച്ചിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മുട്ട അടുപ്പത്ത് വേവിക്കാൻ വെക്കാം. ഇനി ഇതിന് നമ്മൾ ഞാൻ കുനുകുനായിട്ട് അരിയണം, നീളത്തിലരിയാം. ഇത് ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞാൽ മതി. ഭയങ്കര നൈസായിട്ട് അരിയണം കേട്ടോ. ഇതുപോലെ കണ്ടോ, ഭയങ്കര തിന്നാണ് ഈ സ്ലൈസ്. എനിക്ക് ഈ ഉള്ളിയെല്ലാം അരിയുമ്പോൾ എപ്പോഴും ഞാൻ ബോട്ടണി ലാബിലെത്തും. നമ്മളവിടെ ബ്ലേഡിനെ കൊണ്ട് ഇങ്ങനെ അരിയലുണ്ട്. ബോട്ടണി അടിച്ചവർക്ക് അറിയായിരിക്കും, ഏറ്റവും തിൻ സ്ലൈസ് ആവശ്യമാണ്. അതുകൊണ്ട് ബ്ലേഡിനെ കൊണ്ട് അത്രയും തിന്നായിട്ട്, ഈ കട്ടിയുള്ള സ്റ്റെമ്മെല്ലാം ഭയങ്കര തിന്നായിട്ട് അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര കാണുന്ന പോലെയല്ല, കാരണം ഈ എന്തുകൊണ്ട് ഇത്രയും കട്ടിയായിട്ട് തിന്നായിട്ട് അരിയണം എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിൽ വല്ലതും കാണണമല്ലോ, അതുകൊണ്ടാണ് തിന്നായിട്ട് അരിയാൻ പറയുന്നത്. ഇത്ര ഗീ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ഒഴിക്കുന്നുള്ളൂ ഈ ഹോൾ ബിരിയാണിക്ക്, വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ലേ. പെരിഞ്ജീരകം, ആ സാധനം, ഒരു നക്ഷത്രം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, കഷ്ണം പട്ട. ഇതുപോലെ ഞാൻ അച്ചാറിൻ്റെ ഉപ്പിലാക്കി വെച്ചത്. നമ്മൾ ഗ്രാമ്പു ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഈ സ്പൈസ്. എന്നിട്ട് ഉള്ളി ഇട്ട് കൊടുക്കും കേട്ടോ. സിമ്മിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ വഴറ്റിയെടുക്കാം. പച്ചമുളകും വെളുത്തുള്ളി അതൊന്നുമില്ല, അതുകൊണ്ട് തക്കാളിയും നമ്മളെ പച്ചമുളകും ആണ് ഇടുന്നത്. മിക്സ് ചെയ്തെടുക്കുക നല്ലോണം. ഒഴിക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന്. ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ലേശം ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ലേശം ബിരിയാണി മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ലേശം ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരി അളന്നിട്ട് തന്നെ എടുക്കണം. ഞാനിതിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാട്ടോ അളന്നെടുക്കുന്നത്. എനിക്കിവിടെ ഒരു 2.25 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു, അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയ ശേഷം ഇതിലേക്ക് അങ്ങ് ഇടുക. നേരെ ഡയറക്റ്റായിട്ട് ഇട്ടാൽ മതി, വെള്ളം ഊറ്റും അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ അത്രയും സിമ്പിളായിട്ടാണ് വെക്കുന്നത്. നേരെ അരി നല്ല വൃത്തി കഴുകേണ്ട വരും. കഴുകിയിട്ട്
ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം പുഴുങ്ങി വെച്ച മുട്ടയും ഞാൻ ഇതിലേക്ക് അങ്ങ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷണലാണ്, ഇങ്ങനെ ഇടുന്നുണ്ട് ഇടാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കൊടുത്താലും മതി. എന്നിട്ട് 2.25 അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു പകുതി പുളിനാരങ്ങ, അത് അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പകുതി പുളിനാരങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ കുക്കർ അടച്ച് വെക്കാനാട്ടോ പോകുന്നത്. അടച്ച് വെക്കുമ്പോൾ നമുക്ക് വിസിലിൻ്റെ ആവശ്യമില്ല. ഞാൻ വിസിലില്ലാണ്ടാണ് വെക്കാറ്, എനിക്ക് വിസിലില്ലാണ്ട് വെക്കാൻ അറിയില്ല കേട്ടോ. അപ്പം നല്ലോണം ഫുള്ളിലിടുക, എന്നിട്ട് ഈ വിസിൽ മാറ്റുക. ഇപ്പം ഇതുപോലെ നന്നായിട്ട് ആവി വരാൻ തുടങ്ങി. ഈ മുകളിലൂട്ട കാണിച്ചുതരാം, കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ആവി വരാൻ തുടങ്ങും. ആ സമയം സിമ്മിലിട്ടിട്ട് വെക്കുക. സിമ്മിലിട്ടിട്ട് 6 മിനിറ്റ്, അതാണ് നമ്മൾ ബിരിയാണിയുടെ ടൈം. 6 മിനിറ്റ് ആയിട്ട് നമുക്ക് വന്നിട്ട് നോക്കാം. അപ്പം നമ്മൾ റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ എന്താ അവസ്ഥ എന്ന്. കറക്റ്റായിട്ട് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തൊള വന്നിട്ടില്ലേ, അതാണ് കറക്റ്റ് നമ്മൾ റൈസ് വെന്തതിൻ്റെ പ്രൊപ്പോർഷൻ. വെള്ളം വറ്റി അങ്ങനെയൊക്കെ വരുന്നത് ഈ തൊള ഉള്ളപ്പാട്ടോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളൊരു ഫുഡ് കൊടുക്കുന്ന സമയത്ത് പ്ലേറ്റിംഗ് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ടാവും. മുട്ട ഈ സെൻറ്റർ പോർഷനിൽ വെക്കാം കേട്ടോ. അപ്പം നമ്മൾ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസി റെസിപ്പിയാണ്. നിങ്ങളുടെ സ്റ്റൈലിൽ നിങ്ങൾക്ക് മസാല കുറച്ചും കൂട്ടിയും ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇത് ചിക്കനോ മീനോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്യും. ചിക്കൻ ആകുമ്പോൾ ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് മാത്രം ചോറിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വേവില്ല കേട്ടോ. അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം. അതായിരിക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.